بسم الله الرحمن الرحيم ولله الأسماء الحسنى فادعوه بها وذروا الذين يلحدون في أسمائه سيجزون ما كانوا يعملون. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക. അവന്റെ പേരുകളിൽ കൃത്രിമം കാണിക്കുന്നവരെ നിങ്ങൾ വിട്ടുകളയുക. അവർ ചെയ്തു വരുന്നതിന്റെ ഫലം അവർക്ക് പിന്നീട് നൽകപ്പെടും. وَمِمَّنْ خَلَقْنَا أُمَّةٌ يَهْدُونَ بِالْحَقِّ وَبِهِ يَعْدِلُونَ. സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാർഗദർശനം നൽകുകയും അതനുസരിച്ച് തന്നെ നീതി പുലർത്തുകയും ചെയ്യുന്ന ഒരു സമൂഹം നാം സൃഷ്ടിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. وَالَّذِينَ كَذَّبُوا بِآيَاتِنَا سَنَسْتَدْرِجُهُم مِّنْ حَيْثُ لَا يَعْلَمُونَ. എന്നാൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു കളഞ്ഞവരാകട്ടെ, അവരറിയാത്ത വിധത്തിൽ അവരെ നാം പടിപടിയായി പിടികൂടുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ولله الأسماء الحسنى فادعوه بها وذروا الذين يلحدون في أسمائه سيجزون ما كانوا يعملون. أسماؤه أوصاف مدح كلها مشتقة قد حملت لمعاني. إياك والإلحاد فيها إنه كفر معاذ الله من كفران. وحقيقة الإلحاد فيها الميل بالإشراك والتعطيل والكفران. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ,
അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെയും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുവചനങ്ങളിലൂടെയും ഈ ലോകത്തിന്റെ മുമ്പിൽ കൈമാറി തന്ന വിശ്വാസാചാരാനുഷ്ഠാനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിന്റെ വക്താക്കളായി ജീവിക്കുവാൻ വേണ്ട അധ്വാനങ്ങളിൽ നാം എല്ലാം ഏർപ്പെടണം എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. ഏതാനും ക്ലാസുകളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട പരമപ്രധാനമായ ചില കാര്യങ്ങളാണ്. പരിശുദ്ധ ഖുർആനിലൂടെയും മഹാനായ പ്രവാചക തിരുമേനിയുടെ വചനങ്ങളിലൂടെയും നാം സാധാരണയായി കേട്ടുവരുന്ന ഒരു പ്രയോഗമാണ് അസ്മാഉൽ ഹുസ്ന എന്നത്. അസ്മാഉൽ ഹുസ്ന എന്ന പദം കേൾക്കാത്ത മുസ്ലിമീങ്ങൾ ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ വിശിഷ്ടമായ പേരുകളാണ് അസ്മാഉൽ ഹുസ്ന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ അറിയണമെങ്കിൽ അള്ളാഹുവിന്റെ വിശിഷ്ടങ്ങളായ പേരുകൾ മനസ്സിലാക്കൽ നിർബന്ധമാണ്. ഒരു വ്യക്തിയുടെ പേരുകൾ അയാളിലുള്ള ഗുണങ്ങളെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അർഹമുർ-റാഹിമീനായ പടച്ചതമ്പുരാന്റെ വിശിഷ്ടമായ നാമങ്ങൾ അവന്റെ ഏറ്റവും വിശിഷ്ടങ്ങളായ ധാരാളം ഗുണങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശർഈയായ വിജ്ഞാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് പണ്ഡിതന്മാര് പറഞ്ഞു കാണാം, വഅസ്റഫുൽ ഉലൂമി ശർഈയ, ശർഈയായ അഥവാ മതപരമായ വിജ്ഞാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഹുവൽ ഇൽമു ബി അസ്മാഇല്ലാഹിൽ ഹുസ്ന വസിഫാതിഹിൽ ഉലാ ലിതഅല്ലുഖിഹാ ബി അശ്റഫി മഅലൂമിൻ വഹുവ അല്ലാഹു സുബ്ഹാനഹു വ തആല. ശർഈയായ ഇൽമുകളിൽ ഏറെ ശ്രേഷ്ഠത ഇതിന് കിട്ടാൻ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശിഷ്ടങ്ങളായ നാമങ്ങളെയും അവന്റെ ഗുണങ്ങളെയും അറിയലാണ് ഏറ്റവും വലിയ അറിവ്. കാരണം അത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവിലേക്കാണ് മനുഷ്യനെ എത്തിക്കുന്നത്. മനുഷ്യൻ ആദ്യം അറിയേണ്ടത് തന്റെ നാഥനെയാണ്, പടച്ചതമ്പുരാനെയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലെ മിക്ക ആയത്തുകൾ പരിശോധിച്ചു നോക്കിയാലും ഏത് ആയത്തുകളിലും ഒന്നുകിൽ അള്ളാഹുവിന്റെ സിഫത്തുകളുണ്ട്, അവന്റെ ഗുണങ്ങളുണ്ട്, അതല്ലെങ്കിൽ പടച്ചതമ്പുരാന്റെ ഇസ്മുകളുണ്ട് അഥവാ അവന്റെ നാമങ്ങളുണ്ട്. അത്തരം നാമങ്ങൾ ധാരാളമായി വന്ന വചനങ്ങൾ, അത്തരത്തിലുള്ള സൂക്തങ്ങൾക്ക് മഹാനായ പ്രവാചകൻ വലിയ സ്ഥാനമാണ് ഈ സമൂഹത്തിന്റെ മുമ്പാകെ പഠിപ്പിച്ചു വെച്ചത്. അതുകൊണ്ടാണ് ദിനേനയെന്നോണം 5 നേരത്തെ നമസ്കാരങ്ങൾക്ക് പിറകെയും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറങ്ങുന്നതിന്റെ മുമ്പായും മുസ്ലിമീങ്ങളോട് അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ട സൂക്തമാണ് ആയത്തുൽ കുർസി. അതിനെപ്പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയുണ്ടായി, അത്തദ്രി അയ്യു ആയത്തിൻ ഫീ കിതാബില്ലാഹി അഅ്ളം, അല്ലാഹുവിന്റെ ഖുർആനിൽ ഏറ്റവും മഹത്വമേറിയ സൂക്തം ഏതാണെന്ന് നിനക്കറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചോദിക്കുകയും അവിടുന്ന് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നാരംഭിക്കുന്ന സൂറത്തുൽ ബഖറയിലെ 255 ആയത്താണ് അത് എന്ന് വിശദീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ധാരാളം ഇസ്മുകൾ ഉൾക്കൊണ്ടിട്ടുള്ള സൂറത്തുൽ ഫാത്തിഹയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. അതുപോലെ സുലുസുൽ ഖുർആൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിന്റെ 1/3 ഭാഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നാരംഭിക്കുന്ന അധ്യായം. അവയൊക്കെ പടച്ചതമ്പുരാൻ അവന്റെ മഹിതങ്ങളായ പ്രത്യേക ഗുണങ്ങളെയും
നാമങ്ങളെയും ഉൾക്കൊള്ളിച്ചു എന്നതാണ് അവയുടെ പ്രത്യേകതയ്ക്ക് കാരണം. അതുകൊണ്ട് മുസ്ലിമീങ്ങളായ നമ്മളോട് നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ ഇഷ്ടപ്പെട്ട അവന്റെ ഏറ്റവും ഉത്തമമായ, ഉദാത്തമായ, ഉന്നതമായ, ഉത്കൃഷ്ടമായ നാമങ്ങൾ മുഖേനയാണ് അവനെ വിളിക്കേണ്ടത് എന്ന് അല്ലാഹു പറയുന്നു. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. അല്ലാഹുവിന് ഏറ്റവും ഉത്കൃഷ്ടങ്ങളായ, ഉന്നതമായ, ഉത്കൃഷ്ടങ്ങളായ, ഉത്തമങ്ങളായ നാമങ്ങളുണ്ട്. ഫദ്ഉഹു ബിഹാ. അവ മുഖേന നിങ്ങൾ അവനെ വിളിക്കുവീൻ, അത് മുഖേന നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുവീൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വളരെ വ്യക്തമായി സൂറത്തുൽ അഅറാഫിലൂടെ വിശദീകരിച്ച വചനമാണത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ അത്തരത്തിലുള്ള നാമങ്ങൾ കൊണ്ട് വിളിക്കുമ്പോൾ ഓരോ നാമങ്ങളും ഓരോ സന്ദർഭത്തിന് യോജിക്കുന്ന നിലക്കാണ് പ്രാർത്ഥനയിൽ നാം ഉൾപ്പെടുത്തേണ്ടത്. ഓരോ നാമങ്ങളിലും വലിയ ആശയങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ നാമങ്ങൾ എന്ന് പറയുന്നത് കേവലം എവിടെയെങ്കിലും എഴുതി വെക്കാനുള്ളതല്ല, എവിടെയെങ്കിലും എഴുതി തൂക്കാനുള്ളതല്ല. അല്ലാഹുവിന്റെ ഓരോ നാമങ്ങളും വലിയ വലിയ ഓരോ ആശയങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് വല്ലിൽമു ബി അസ്മാഇല്ലാഹി ജല്ല സനാഉഹു, പടച്ച തമ്പുരാന്റെ ഇസ്മുകളെ സംബന്ധിച്ചുള്ള അറിവ്, വമഅരിഫത്തു മആനീഹാ, അതിന്റെ ആശയങ്ങളെ സംബന്ധിച്ചറിയലും. അല്ലാഹുവിന്റെ കുറെ പേരുകൾ പഠിക്കലല്ല, ആ പേരിന്റെയൊക്കെ അർത്ഥമെന്ത്, ആ പേരുകളുടെയൊക്കെ ആശയമെന്ത്, എന്താണ് ആ പേരിന്റെ അകത്തുകൂടെ പടച്ച തമ്പുരാൻ ഈ മാനവ സമൂഹത്തിന് പകർന്നു കൊടുക്കുന്ന അവന്റെ ഗുണം, അത് മനസ്സിലാക്കൽ. യുഹ്ദിസു ഖശിയതൻ, പടച്ചവനെ പറ്റിയുള്ള ഭയം മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കി തീർക്കും. വറഹ്ബതൻ ഫീ ഖൽബിൽ അബ്ദി, മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഭയഭക്തി ഉണ്ടാക്കി തീർക്കും. എന്നിട്ട് ഉദാഹരണം വിശദീകരിക്കുകയാണ് പണ്ഡിതന്മാർ. ഫമൻ അറഫ, ആരെങ്കിലും ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ, അന്നല്ലാഹ ബികുല്ലി ശൈഇൻ അലീം, നിശ്ചയം അല്ലാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും അലീമാണ്. അല്ലാഹുവിന്റെ ഒരു പേരാണല്ലോ. അല്ലാഹു എല്ലാ കാര്യത്തെ സംബന്ധിച്ചും അലീമാണ്, എല്ലാം അറിയുന്നവനാണെന്ന് ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, വഅന്നഹു ലാ തഖ്ഫാ അലൈഹി ഖാഫിയത്തും മിൻ അഅമാലിൽ ഇബാദി, അവന്റെ പടപ്പുകളുടെ ഒരു പ്രവർത്തനങ്ങളും അവനിൽ നിന്ന് മറച്ചുവെക്കാൻ സാധ്യമല്ലെന്ന് ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, വയുഅ്മിനു ബിദാലിക, അങ്ങനെ തന്നെ ഒരാൾ വിശ്വസിക്കുകയും ചെയ്താൽ, അവൻ അശദ്ദു ഖൗഫൻ മിമ്മൻ ലാ യഅലമു ദാലിക, ഇതറിയാത്തവനേക്കാൾ ഇതറിഞ്ഞ വ്യക്തിക്ക് പടച്ചവനെ പേടിയുണ്ടാകും. അതുപോലെ തന്നെ വമൻ യഅലമു, ആരെങ്കിലും മനസ്സിലാക്കിയാൽ, അന്നല്ലാഹ ലാ യുഅ്ജിസുഹു ശൈഉൻ, പടച്ചവനെ ഒരു വസ്തുവിനും അശക്തമാക്കാൻ സാധ്യമല്ല. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണെന്ന് മനസ്സിലാക്കിയവൻ, അത്ഖാ ലില്ലാഹി മിമ്മൻ ലാ യഅലമു, ഇക്കാര്യം മനസ്സിലാക്കാത്തവനേക്കാൾ ഇത് മനസ്സിലാക്കിയവന് തഖ്വ കൂടും. വഹാകദാ ഫീ സായിരിൽ അസ്മാഇ വസ്സിഫാതി, ഇങ്ങനെ അലീം എന്ന ഗുണത്തെപ്പറ്റിയും ഖദീർ എന്ന ഗുണത്തെപ്പറ്റിയും മാത്രമല്ല, അല്ലാഹുവിന്റെ വിശിഷ്ടങ്ങളായ ഏത് പേരുകൾ ഒരാൾ പഠിച്ചു വെച്ചാലും അതിന്റെ ആശയം ഗ്രഹിച്ചു കഴിഞ്ഞാലും ആ ഇൽമ് ഒരാളിൽ ഉണ്ടായി കഴിഞ്ഞാൽ പടച്ചവനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഭയഭക്തി അവന്റെ മനസ്സിൽ ഉടലെടുക്കും. അതാണ് അല്ലാഹു സൂറത്ത് ഫാത്തിറിലെ 28-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമായി പറഞ്ഞത്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, നിശ്ചയമായും അല്ലാഹുവിനെ ഭയപ്പെടുന്നത് ഉലമാ മാത്രമാണ്, പണ്ഡിതന്മാര് മാത്രമാണ്, അറിവുള്ളവർ മാത്രമാണ് അല്ലാഹുവിനെ ഭയപ്പെടുന്നത്, അവന്റെ അടിമകളില്ലെന്ന്. അല്ലാഹുവിന്റെ ഓരോ ഗുണങ്ങളും ഇസ്മുകളും അറിയുമ്പോ എത്രമാത്രം അല്ലാഹുവിന്റെ വിശേഷണങ്ങളെ സംബന്ധിച്ച്, നാമങ്ങളുടെ ആശയങ്ങളെ സംബന്ധിച്ച് അറിയുന്നുവോ അതിനനുസരിച്ച് പടച്ചവനെ സംബന്ധിച്ചുള്ള ഖൗഫും അവനോടുള്ള അടുപ്പവും അവനോടുള്ള ഭയഭക്തിയും മനസ്സിൽ നിറയുന്നു. അതുകൊണ്ട് ഫൽ ഇൽമു ബില്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ്, യദഉ, അത് മനുഷ്യനെ നയിക്കുന്നു, ഇലാ മഹബ്ബത്തിഹി, പടച്ചവനെ സ്നേഹിക്കാൻ, വ ഖശിയത്തിഹി, അവനെ ഭയപ്പെടാൻ, വ റജാഇഹി, അവന്റെ അടുക്കൽ നിന്നുള്ള രക്ഷകൾ പ്രതീക്ഷിക്കാൻ, വ തവക്കുലി അലൈഹി, അവനിൽ എല്ലാ കാര്യങ്ങളും പരമേൽപ്പിക്കാൻ, വല്ലിനാബത്തി ഇലൈഹി, അവനിലേക്ക് ഖേദിച്ച് മടങ്ങാൻ. വഫീ ഹാദാ, ഇതിലൂടെയാണ് ഫൗസുൽ അബ്ദി
ഒരടിമയുടെ വിജയം കുടിക്കൊള്ളുന്നത് വസആദതുഹു ഫിദ്ദാറൈൻ, രണ്ട് ലോകത്തും അഥവാ ഇഹത്തിലും പരത്തിലും അവന്റെ വിജയം നിലകൊള്ളുന്നത് ഇതിലാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ അറിയലാണ് ഏറ്റവും പ്രധാനമെങ്കിൽ വലാ യുംകിനു മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധ്യമല്ല ഇല്ലാ ബിമഅരിഫത്തി അസ്മാഇഹിൽ ഹുസ്നാ വസിഫാതിഹിൽ ഉലാ വഫഹ്മി മആനിഹാ. അള്ളാഹുവിനെ അറിയണമെങ്കിൽ അവന്റെ ഉന്നതമായ ഉത്കൃഷ്ടമായ പേരുകൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കണം. വസിഫാതിഹിൽ ഉലാ, അവന്റെ അത്യുന്നതമായ ഗുണങ്ങൾ എന്തൊക്കെയെന്നറിയണം. വഫഹ്മി മആനിഹാ, അള്ളാഹുവിന്റെ ഇസ്മുകളും സിഫത്തുകളും പഠിച്ചു വെച്ചതുകൊണ്ട് കാര്യമായില്ല. അവയിലൊക്കെ അടങ്ങിയിട്ടുള്ള, അവയിലൊക്കെ അന്തർലീനമായിട്ടുള്ള ആശയങ്ങൾ എന്താണെങ്കിൽ അതും മുസ്ലിമീങ്ങൾ പഠിച്ചു വെച്ചാലേ അള്ളാഹുവിനെ അറിയാനും അതിലൂടെ പടച്ച തമ്പുരാന്റെ ഏറ്റവും വലിയ അവനോടടുപ്പം നേടുന്ന നല്ല വ്യക്തിയായി മാറാനും സാധ്യമാവുകയുള്ളൂ. അതാണ് അല്ലാഹ് പറഞ്ഞത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ പഠിച്ചു വെക്കണം, നീ നന്നായി അറിയണം. അന്നഹു, നിശ്ചയമായും കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല. ഈ ആശയത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുചെന്നെത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്കൃഷ്ടമായ നാമങ്ങൾക്കാണ് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ അസ്മാഉൽ ഹുസ്നകളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി എന്താണ്? പടച്ചതമ്പുരാന്റെ വിശേഷണങ്ങൾ, അതുപോലെ തന്നെ അവന്റെ പേരുകൾക്കാണ് അസ്മാ എന്ന് പറയുന്നത്, അവന്റെ ഗുണങ്ങൾക്കാണ് സിഫാത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തൗഹീദിനെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളാഹുവിനെ ഏകനാക്കൽ എന്നതാണല്ലോ തൗഹീദ്. അതിന്റെ 3 ഭാഗങ്ങൾ നമ്മൾ വിശദീകരിക്കാറുണ്ട്. ഒന്ന്, പടച്ചതമ്പുരാന്റെ ദാത്തിൽ, സത്തയിൽ അവൻ ഏകനാണ്, അവന് തുല്യമായ സത്തയുള്ളവരില്ല. മറ്റൊന്ന്, അവന്റെ അഫ്ആലുകൾ, അവന്റെ പ്രവർത്തനങ്ങളിൽ അവൻ ഏകനാണ്, അതുപോലത്തെ മറ്റാരുമില്ല. മൂന്നാമതായി പറയുന്നത് തൗഹീദുൻ ഫിൽ അസ്മാഇ വസ്സിഫാത്തി, അല്ലാഹുവിന്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലും അവന്റെ യഥാർത്ഥമായ രൂപത്തിലുള്ള നാമങ്ങളോടോ വിശേഷണങ്ങളോടോ തുല്യപ്പെടുത്താവുന്ന ആരും തന്നെയില്ല. ഈ നിലക്ക് അള്ളാഹു വിശദീകരിച്ചിട്ടുള്ള അവന്റെ അസ്മാഉൽ ഹുസ്നകൾ, അവയെ സംബന്ധിച്ച് പൂർവീകരായ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അഥവാ ഇന്ന് മുസ്ലിമീങ്ങളായ ആളുകൾ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത്? അൽ ഇഖ്റാറു വത്തസ്ദീഖു ലിആയാത്തിൽ അസ്മാഇ വസ്സിഫാത്തി വഅഹാദീസിഹാ, അള്ളാഹുവിന്റെ നാമങ്ങളും അവന്റെ ഗുണവിശേഷങ്ങളും വന്നിട്ടുള്ള ആയത്തുകളെയും ഹദീസുകളെയും നമ്മൾ സമ്മതിക്കണം, അംഗീകരിക്കണം. വഇംറാറുഹാ കമാ ജാഅത്ത്, എങ്ങനെ അത് ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ടോ അങ്ങനെ തന്നെ നമ്മൾ അംഗീകരിക്കണം, അങ്ങനെ തന്നെ അതിനെ മനസ്സിലാക്കണം. ദൂന തശ്ബീഹിൻ, അത് അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു ഇസ്മിനെയോ അവന്റെ ഏതെങ്കിലും ഒരു ഗുണത്തെയോ ഏതെങ്കിലും സൃഷ്ടികളുടേതിന് പോലെ തുല്യപ്പെടുത്താൻ പാടില്ല. ഔ തഅ്തീലിൻ, അല്ലെങ്കിൽ അള്ളാഹു ഒരു ഗുണങ്ങളും ഇല്ലാത്തവനാണെന്ന് പറയാൻ പാടില്ല. ഔ തഹ്രീഫിൻ, അല്ലെങ്കിൽ അതിൽ വല്ല ഭേദവും അക്ഷരഭേദവും വരുത്താൻ പാടില്ല. ഔ തഅ്വീലിൻ, അല്ലെങ്കിൽ വല്ല വ്യാഖ്യാനവും വരുത്താനും പാടില്ല. അഖീദയുടെ വിഷയമായതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി മുസ്ലിമീങ്ങൾ വളരെ ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണിത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏതെങ്കിലും നിലക്ക് സൃഷ്ടികളോട് തുല്യപ്പെടുത്തിയാൽ അത് കുഫറാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള പേരുകളും വിശേഷണങ്ങളും ഒക്കെ പറയുമ്പോൾ അത് അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു മഖ്ലൂഖിനെ പോലെ എന്ന ചിന്ത പോലും അസ്ഥാനത്താണ്. അതാണ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ഒരാളും തന്നെയില്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ, അവനെ പോലെ യാതൊന്നുമില്ല, അവനെല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. ഇതേപോലെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി വിശദീകരിച്ചു, മൻ ശബ്ബഹല്ലാഹ ബിഖൽഖിഹി ഫഖദ് കഫറ, ആരെങ്കിലും അള്ളാഹുവിനെ അവന്റെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തിയാൽ ഫഖദ് കഫറ, അവൻ കാഫിറായി പോയി. അള്ളാഹു ഇറങ്ങുന്നു, ഏതെങ്കിലും സൃഷ്ടി ഇറങ്ങും പോലെ എന്ന് പറഞ്ഞാൽ, അള്ളാഹു കാണുന്നു, സൃഷ്ടികൾ കാണും പോലെ എന്ന് പറഞ്ഞാൽ, അള്ളാഹു കേൾക്കുന്നു, സൃഷ്ടികൾ കേൾക്കും പോലെ എന്ന് പറഞ്ഞാൽ അത് കുഫറാണ്. പടച്ചവന്റെ കേൾവിയും അവന്റെ കാഴ്ചയും അവന്റെ എല്ലാം അവന് മാത്രമേയുള്ളൂ. അത് മറ്റൊരാളോട് തുല്യപ്പെടുത്താനോ ഉപമിക്കാനോ സാദൃശ്യപ്പെടുത്താനോ പറ്റിയതല്ല എന്ന് വിചാരിച്ച അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു ഗുണങ്ങൾ
ആ ഗുണങ്ങൾ അള്ളാഹുവിനുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ അത് അള്ളാഹുവിനെ സൃഷ്ടികളെ പോലെ ആക്കലാണെന്ന് വാദിച്ചുകൊണ്ട് ചില പഴച്ച കക്ഷികൾ അള്ളാഹുവിന് ഉണ്ടെന്ന് ഖുർആനിലും ഹദീസിലും പറഞ്ഞ ചില സിഫത്തുകളെ നിഷേധിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതിനെക്കുറിച്ച് പണ്ഡിതന്മാര് പറയുന്നത്, വമൻ അൻകറ, ആരെങ്കിലും നിഷേധിച്ചാൽ, മാ വസഫല്ലാഹു ബിഹി നഫ്സഹു, അല്ലാഹ് തന്നെ കുറിച്ച് എന്തെങ്കിലും വിശേഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാരെങ്കിലും നിഷേധിച്ചാൽ ഫഖദ് കഫറ, അവനും കാഫിറായി. അല്ലാഹും റസൂലും പറഞ്ഞു തന്ന ഒന്നിലും അള്ളാഹു അവനെ സംബന്ധിച്ച് വിശദീകരിച്ചു തന്നതിലോ റസൂല് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തന്നതിലോ സൃഷ്ടികളോട് സാദൃശ്യമാകുന്ന ഒന്നും തന്നെ ഇല്ല, അങ്ങനെ സാദൃശ്യപ്പെടുത്തുന്നുമില്ല. അപ്പോ അള്ളാഹുവിന്റെ ഏത് ഇസ്മുകളും അള്ളാഹുവിന്റെ ഏത് വിശേഷണങ്ങളും വലിയ ആശയമാണ് മനുഷ്യന്റെ മനസ്സിലേക്ക് ഇട്ടുതരുന്നത്. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും, ഹദീസിൽ ഒരു വാചകം കാണാം, ഇന്നല്ലാഹ യഖ്ബലു സ്വദഖ, അള്ളാഹു സ്വദഖ സ്വീകരിക്കുന്നു. നാം ഒരു ധർമ്മം ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കുന്നു. വയഖുദുഹാ ബിയമീനിഹി, അവന്റെ വലത് കൈ കൊണ്ട് അവനത് വാങ്ങുന്നു. ഫയുറബ്ബിഹാ, എന്നിട്ടതിനെ അവൻ വളർത്തി പരിപാലിച്ചുണ്ടാക്കുന്നു. ലിയഹദിക്കും, നിങ്ങളിൽ ഒരാൾക്ക് വേണ്ടി. കമാ യുറബ്ബി അഹദുക്കും മുഹ്റഹു, ഒരാൾ തന്റെ ഒട്ട കുതിരക്കുട്ടിയെ എപ്രകാരം വളർത്തി പരിപാലിച്ച് വലുതാക്കുമോ അതേപോലെ അള്ളാഹു നിങ്ങൾ നൽകുന്ന എത്ര തുച്ഛമായ സ്വതക്കയാണെങ്കിലും ഹത്താ ഇന്നൽ ലുഖ്മത ലതസീറു മിസ്ല ഉഹദ്, ഒരു ഉരുള അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നിങ്ങൾ സംഭാവന ചെയ്യുന്ന ഒരു പിടി ഭക്ഷണം അത് ഉഹദ് മലയോളമാക്കി തീർക്കുന്നു പടച്ചതമ്പുരാൻ. ഈ ഹദീസിൽ വയഖുദുഹാ ബിയമീനിഹി എന്നുണ്ട്, അവന്റെ വലത് കൈ കൊണ്ട് അവനത് വാങ്ങുന്നു എന്ന് ഹദീസിലുണ്ട്. അപ്പൊ എന്താ ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാര് പറയുന്നത്? ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഇമാം തുർമുദി അവിടുത്തെ സുനനിൽ ഈ ഹദീസ് പറഞ്ഞതിന്റെ ശേഷം പറയുകയാണ്, വഖദ് ഖാല ഗൈറു വാഹിദിൻ മിൻ അഹ്ലിൽ ഇൽമി ബിഹാദി ഹാദൽ ഹദീസി, ധാരാളം പണ്ഡിതന്മാർ ഈ ഹദീസിനെ സംബന്ധിച്ചും ഇതുപോലെയുള്ള റിപ്പോർട്ടുകളെ സംബന്ധിച്ചുമൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. വനുസൂലി റബ്ബി തബാറക വതആല കുല്ല ലൈലത്തിൻ ഇലസ് സമാഇദ് ദുനിയ, അല്ലാഹു എല്ലാ രാത്രിയിലും എല്ലാ രാത്രിയുടെയും അവസാന യാമത്തിൽ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു എന്ന ഹദീസിനെ സംബന്ധിച്ചും ഒക്കെ പണ്ഡിതന്മാർ പറഞ്ഞതെന്താ? ഇതിലൊക്കെ ഹദീസിൽ സംഗതികളൊക്കെ സ്ഥിരപ്പെട്ടു വന്നതാണ്. അതൊക്കെ വിശ്വസിക്കപ്പെടണം. അതിനെക്കുറിച്ച് തെറ്റിദ്ധാരണ വെച്ച് പുലർത്തരുത്. എങ്ങനെ എന്ന് ചോദിക്കാനും പാടില്ല. അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് പണ്ഡിതന്മാര് പറഞ്ഞത്. മാലിക് ഇബ്നു അനസ്, സുഫിയാൻ ഇബ്നു ഉയൈന, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് പോലെയുള്ളവരൊക്കെ പറഞ്ഞു, അമിർ റൂഹ ബിലാ കൈഫ, എങ്ങനെയെന്ന് ചോദിക്കാതെ അതൊക്കെ അംഗീകരിക്കുക വേണ്ടത്. അള്ളാഹിനെ പറ്റി ഖുർആനിലും ഹദീസിലും എന്തൊക്കെ കാണുന്നോ അതെങ്ങനെ എനിക്ക് ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നില്ലല്ലോ. ഇറങ്ങാന്ന് പറയുമ്പോ അമേരിക്കയിലെ രാത്രിയിലാ ഇറങ്ങാ, ഇന്ത്യൻ രാത്രിയിലാ ഇറങ്ങാ, വേറെ യൂറോപ്യൻ രാജ്യങ്ങളുടെ രാത്രിയിലാ ഇറങ്ങാ, എങ്ങനെയാ പണി, എങ്ങനെയാണ് ഇറക്കം, എങ്ങനെയാ കയറ്റ, അതൊന്നും ചോദിക്കാൻ പാടില്ല. അമിർ റൂഹ, നിങ്ങൾ അതിനെ അംഗീകരിക്കണം, അതിനെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ബിലാ കൈഫ്, എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല. എന്നിട്ട് പറയുന്നു, വഹാകദാ, ഇപ്രകാരമാണ് ഖൗലു അഹ്ലിൽ ഇൽമി മിൻ അഹ്ലി സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിന്റെ കക്ഷികളായ ആലിമീങ്ങൾ അഭിപ്രായപ്പെട്ടത് ഇങ്ങനെ വിശ്വസിക്കണം എന്നാണ്. അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ കക്ഷികളുടെ വിശ്വാസമായി പറഞ്ഞത്. നേരെ മറിച്ച് അല്ലാഹ് ഇറങ്ങൂല കയറൂല അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്നത് പിഴച്ചുപോയ കക്ഷികളുടെ വാദമാണ്. എന്നിട്ട് തുർമുദി ഇമാം പറയുകയാണ് തുടർന്നുകൊണ്ട്, അമ്മൽ ജഹ്മിയ്യത്തു, എന്നാൽ പിഴച്ചുപോയ ഒരു കക്ഷിയുണ്ട്. റസൂലുള്ളാഹിയുടെ കാലശേഷം പിൽക്കാലത്ത് സഹാബത്തിന്റെയൊക്കെ ശേഷം ഉടലെടുത്തിട്ടുള്ള ഒരു നവീനവാദികളാണ്, പുത്തൻവാദികളാണ്, ഒരു ബിദഈ കക്ഷിയാണ് ജഹ്മിയ എന്ന് പറയുന്ന കക്ഷി. ഇന്ന് അപ്പേരിൽ ഒരു പുത്തൻ പ്രസ്ഥാനം ലോകത്തില്ല. പക്ഷേ അവരുടെ ആശയങ്ങൾ കൊണ്ട് നടക്കുന്ന പല കക്ഷികളും ഇന്ന് സമൂഹത്തിലുണ്ട്. അമ്മൽ ജഹ്മിയ്യത്തു, ഈ ജഹ്മിയ എന്ന് പറയുന്ന കക്ഷി, ഫഅൻകറത് ഹാദിഹി റിവായാതി, അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചിരുന്ന ഈ റിപ്പോർട്ടുകളെയൊക്കെ അവർ തള്ളിക്കളയുന്നു. വഖാലു, എന്നിട്ട് അവർ പറയുന്നു, ഹാദാ തശ്ബീഹുൻ, അല്ലാഹ് ഇറങ്ങുന്നു പറഞ്ഞാൽ ഒരു സൃഷ്ടികളുടെ വിശേഷണമാണ്, കയറുന്നു പറഞ്ഞാൽ സൃഷ്ടികളുടെ വിശേഷണമാണ്. അതുകൊണ്ട് അള്ളാഹിനെ സംബന്ധിച്ച് അങ്ങനെ പറയാനേ പാടില്ല, അത് സാദൃശ്യപ്പെടുത്തലായി പോകും എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിലെയും ഹദീസിലെയും ഒരുപാട് നിവേദനങ്ങളെ, ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളെ അവർ തള്ളിക്കളഞ്ഞതായി കാണാൻ സാധിക്കും. അത് പാടില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എന്താ തുർമുദി ഇമാം വിശദീകരിക്കേണ്ടതൊക്കെ നമ്മുടെ വകയല്ല. വഖദ് സക്കറല്ലാഹു തബാറക വതആല,
അള്ളാഹു വിശുദ്ധ ഖുർആനിന്റെ ധാരാളം സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അൽ യദ് വസ്സംഅ വൽ ബസർ, യദ് കയ്യ്, കേൾവി, കാഴ്ച, കണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫതഅവ്വലത്തിൽ ജഹ്മിയായി പഴച്ച കക്ഷികൾ, ജഹ്മിയത്തുകൾ ഇതൊക്കെ വ്യാഖ്യാനിച്ചു. വഫസ്സറുഹാ, അതിനവർ തഫ്സീർ നൽകി. അലാ ഗൈരി മാ ഫസ്സറ അഹ്ലുൽ ഇൽമി, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് നൽകിയ വ്യാഖ്യാനമല്ലാത്ത ചില വ്യാഖ്യാനങ്ങൾ അവർ നൽകി. വഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, ഇന്നല്ലാഹ ലം യഖ്ലുഖ ആദമ ബിയദിഹി, അല്ലാഹു ആദം നബിയെ തന്റെ കൈ കൊണ്ട് പടച്ചു എന്ന് പറയാൻ പാടില്ല, കൈ എന്ന് പറഞ്ഞുകൂടാ. വഖാലു, എന്നിട്ട് അവർ പറയുന്നു, ഇന്നമാ മഅനൽ യദിയൽ ഖുവ്വതു, ഇവിടെ യദ് എന്നതുകൊണ്ട് ഉദ്ദേശം ഖുവ്വത്ത്, അല്ലാഹുവിന്റെ ശക്തി കൊണ്ട് പടച്ചു എന്നാണ്, അതല്ലാതെ കൈ എന്ന് പറയാൻ പാടില്ല എന്ന് പഴച്ച കക്ഷികൾ വ്യാഖ്യാനിച്ചു എന്ന് തുർമുദി ഇമാം അദ്ദേഹത്തിന്റെ തുർമുദിയിൽ ഈ പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ചതിന്റെ ശേഷം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം ബിൻ റാഹവൈഹി എന്ന് പറയുന്ന പൗരാണിക കാലത്തെ അംഗീകൃതനായ ഒരു പണ്ഡിതന്റെ ഉദ്ധരണി എടുത്തു കൊടുക്കുകയാണ്. അദ്ദേഹം പറയാണ്, അള്ളാഹുവിനെ സൃഷ്ടികളോട് ഉപമിക്കലാവണമെങ്കിൽ, അള്ളാഹുവിനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലാകണമെങ്കിൽ എങ്ങനെ വരണം? ഇന്നമാ യകൂനു തശ്ബീഹു ഇദാ ഖാല യദുൻ കയദിൻ ഔ മിത്ലു യദിൻ, അള്ളാഹുവിന്റെ കൈ ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ കൈയിനെ പോലെ അല്ലെങ്കിൽ അതിന് തുല്യം എന്ന് പറയുന്നതോ, ഔ സംഉൻ കസംഇൻ ഔ മിത്ലു സംഇൻ എന്നൊക്കെ പറഞ്ഞാൽ ഫഹാദാ തശ്ബീഹുൻ, അത് അള്ളാഹുവിനെ സൃഷ്ടികളോട് എന്താക്കലാണ്? സാദൃശ്യപ്പെടുത്തലാണ്. അതല്ലാതെ അള്ള കേൾക്കുന്നു പറയുമ്പോഴേക്ക് സൃഷ്ടികൾ കേൾക്കോലോ, അപ്പൊ സൃഷ്ടികൾക്കുള്ള ഗുണം കൊടുക്കലായി എന്ന് പറഞ്ഞിട്ട് അള്ളാഹുടെ കേൾവിയെ തള്ളിക്കളഞ്ഞൂടാ. അള്ളാഹുവിന്റെ കേൾവി, അള്ളാഹുവിന്റെ കാഴ്ച, പടച്ചതമ്പുരാന്റെ എല്ലാം അവന് യോജിക്കുന്ന നിലക്കുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ചെയ്യേണ്ടത്. എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല എന്നതാണ് ആ വിഷയത്തിലെ അന്തിമ തീരുമാനം. അമ്മാ ഇദാ ഖാല കമാ ഖാലല്ലാഹ്, അള്ള പറഞ്ഞതുപോലെ ഒരാൾ പറഞ്ഞാൽ യദുൻ കൈ, വസമ്മുൻ വബസറുൻ എന്നൊക്കെ പറയാ, പക്ഷേ വലാ യഖൂലു കൈഫ്, എങ്ങനെ എന്ന് പറയരുത്. വലാ യഖൂലു മിസ്ലു സമ്മിൻ, ഏതെങ്കിലും ഒരാളുടെ കേൾവി പോലെ എന്ന് പറയരുത്. ഇതൊക്കെ അങ്ങനെ പറഞ്ഞാൽ ഫഹാദാ ലാ യകൂനു തശ്ബീഹാ, അതൊരിക്കലും പടച്ചവനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലാവുകയില്ല. വഹുവ കമാ ഖാല അല്ലാഹു തബാറക വതആല ഫീ കിതാബിഹി ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. ഇത്രയും നിങ്ങൾ കേട്ടത് തുർമുദിയുടെ കിതാബ് സക്കാത്ത് എന്ന അധ്യായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ വിശദീകരണമായി മഹാനവറുകൾ നൽകിയ വ്യാഖ്യാനമാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നാം വളരെ വിശദമായി മനസ്സിലാക്കേണ്ടത്, പടച്ചതമ്പുരാന് അള്ളാഹു എന്ന പേരിന്റെ പുറമെ തന്നെ ധാരാളക്കണക്കിന് പേരുകളുണ്ട്. ഓരോ പേരുകളുടെയും ആശയം നാം ഗ്രഹിക്കണം. എങ്കിലേ ആ നാമത്തിലൂടെ അള്ളാഹുവിനെ വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് നാം അള്ളാഹു ഉദ്ദേശിച്ചത് അതിലൂടെ നമുക്ക് വിളിക്കാൻ കഴിയുകയുള്ളൂ. ആ ഒരർത്ഥത്തിലാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ പ്രാധാന്യം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. സഹാബിമാരൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കലാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ വഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ് ഫസയക്ഫീകഹുമുല്ലാഹു വഹുവസ് സമീഉൽ അലീം. ഫഇൻ ആമനൂ, അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അതൊക്കെ അവരും വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഫഖദ് ഇഹ്തദൗ, അവർ നേർമാർഗം പ്രാപിച്ചു കഴിഞ്ഞു. പിന്തിരിയാനാണ് ഭാവമെങ്കിൽ അവർ ഭിന്നിപ്പിലും പിളർപ്പിലും ഒക്കെ തന്നെയായി പോകും എന്ന് അല്ലാഹു വിശദീകരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് വിശ്വസിച്ചത് അങ്ങനെയാണ്. ചോദ്യം ചെയ്യാതെ, രൂപം നൽകാതെ, വ്യാഖ്യാനിക്കാതെ, നിഷേധിക്കാതെ അള്ളാഹുവിന്റെ ഖുർആനിലും ഹദീസിലും അള്ളാഹുവിനെ സംബന്ധിച്ച് എന്തൊക്കെ പേരുകളുണ്ടോ, എന്തൊക്കെ ഗുണങ്ങൾ അവനെ സംബന്ധിച്ചുണ്ടോ അങ്ങനെ തന്നെ വിശ്വസിച്ചവരാണ് സഹാബിമാർ. അവർ യദ് എന്നതിന് വ്യാഖ്യാനം നൽകാൻ പോയിട്ടില്ല, അള്ളാഹുവിന്റെ കണ്ണ് എന്നതിന് വ്യാഖ്യാനിക്കാൻ പോയിട്ടില്ല, അള്ള ഇറങ്ങുന്നു എന്നതിന് വ്യാഖ്യാനിക്കാൻ പോയിട്ടില്ല. അങ്ങനെ തന്നെയാണ് വിശ്വസിക്കേണ്ടത്. അതാണ് സഹാബിമാർ സ്വീകരിച്ച മാർഗം. ആ മാർഗം സ്വീകരിച്ചവരൊക്കെ പിഴച്ചവരാണ് എന്നാണ് പിഴച്ചുപോയ കക്ഷികളിൽ നിന്ന് ഈ വിശ്വാസം സ്വീകരിച്ച യഥാർത്ഥ വിശ്വാസികളുടെ നേരെ നോക്കി ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിലുള്ള വിശ്വാസം ഞാൻ ഈ വിശദീകരിച്ച സഹാബിമാരുടെ യഥാർത്ഥമായ ആശയമായിരുന്നു. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ച് അവന് വിശിഷ്ടങ്ങളായ പേരുകളുണ്ട്
എന്ന് വിശുദ്ധ ഖുർആനിൽ 4 സ്ഥലത്താണ് പറഞ്ഞത്. ഒന്ന് സൂറത്ത് ത്വാഹയിലെ 8-ാമത്തെ ആയത്തിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്നാ എന്ന് സൂറത്ത് ത്വാഹയിലെ 8-ാമത്തെ ആയത്തിലാണ്. അല്ലാഹു അവനൊഴികെ ഒരാരാധ്യനില്ല, ലഹുൽ അസ്മാഉൽ ഹുസ്നാ അവന് അസ്മാഉൽ ഹുസ്നകളുണ്ട്, അവന് ഏറ്റവും വിശിഷ്ടങ്ങളായ നാമങ്ങളുണ്ട് എന്ന് സൂറത്ത് ത്വാഹയിൽ. മറ്റൊന്ന് സൂറത്തുൽ ഹശ്റിലെ 24-ാമത്തെ ആയത്താണ് ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്നാ. ഇങ്ങനെ പിന്നീട് ഞാൻ നിങ്ങൾ ആദ്യം ഓതി കേൾപ്പിച്ച സൂറത്തുൽ അഅറാഫിൽ കാണാം വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. അത് അഅറാഫിലെ 180-ാമത്തെ ആയത്താണ്. ഇനി അതേപോലെ തന്നെ സൂറത്തുൽ ഇസ്റായിലെ 110-ാമത്തെ ആയത്തിലാണ് മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നത് ഖുലിദുല്ലാഹ അവിദുർ റഹ്മാൻ അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്നാ. നിങ്ങൾ അല്ലാഹ് എന്ന് വിളിച്ചോളൂ, അല്ലെങ്കിൽ റഹ്മാനെ എന്ന് വിളിച്ചോളൂ, നിങ്ങൾ എന്ത് വിളിച്ചാലും അല്ലാഹുവിന് വിശിഷ്ടങ്ങളായ നാമങ്ങളുണ്ട്. അത് ഇസ്രായേൽ 110-ാമത്തെ ആയത്ത്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ത്വാഹയിലും ഹശ്റിലും അഅറാഫിലും ഇസ്രായിലും വിവിധ ആയത്തുകളിലായി അള്ളാഹു പറഞ്ഞിരിക്കുകയാണ് അവന് അസ്മാഉൽ ഹുസ്നയുണ്ട്. ഇനി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു എന്താണ് ഈ ഹുസ്ന എന്ന പ്രയോഗം കിട്ടാൻ കാരണം. അൽ അഹ്സൻ എന്നതിന്റെ സ്ത്രീലിംഗ പ്രയോഗമാണ് ഹുസ്ന എന്നത്. അൽ അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് എന്നാണ്. ഏറ്റവും നല്ലത് എന്നതിനോട് ചേർത്ത് പറയുന്നതാണ് അൽ അസ്മാ. അപ്പൊ അൽ അസ്മാ എന്നതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ചേർത്ത് പറയുന്നതാണ് അൽ അസ്മാ ഉൽ ഹുസ്ന. അർത്ഥം ഏറ്റവും സുന്ദരമായ, ഏറ്റവും ഉത്കൃഷ്ടമായ, ഏറ്റവും നല്ല നാമങ്ങൾ. ഇതാണ് അതിന്റെ ആശയം. എന്തുകൊണ്ട് ആ പേരതിന് ലഭിച്ചു? ഒന്നാമത്തെ കാരണം ആ പേരുകളിലെല്ലാം അള്ളാഹുവിന്റെ മഹത്വങ്ങളാണ് വിളിച്ചറിയിക്കുന്നത്. ഓരോ പേരിലും പടച്ചവന്റെ മഹത്വങ്ങൾ ഉദ്ഘോഷിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം അതിനെ ഗ്രഹിച്ചവർക്ക് സ്വർഗം വാഗ്ദത്തം നൽകപ്പെട്ടിരിക്കുകയാണ്. ഞാൻ വിശദീകരിക്കുന്നുണ്ട് ആ ഹദീസ്. ആ പേരുകൾ ഗ്രഹിച്ചവർക്ക് സ്വർഗം വാഗ്ദത്തം നൽകപ്പെട്ടിരിക്കുകയാണ്. മൂന്നാമത്തെ കാരണം അതിനെക്കുറിച്ചുള്ള അറിവാണ് ഏറ്റവും ഉത്കൃഷ്ടമായ അറിവ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവാണല്ലോ അത്യുത്കൃഷ്ടമായ അറിവ്. അതുകൊണ്ട് അള്ളാഹുവിനെ അറിയാൻ ഉപയോഗപ്പെടുത്തേണ്ടുന്ന നാമങ്ങൾക്കും അത്യുത്കൃഷ്ടങ്ങൾ എന്നർത്ഥം വരുന്ന അൽ ഹുസ്ന എന്ന പേര് വന്നു. നാലാമത്തെ പ്രത്യേകത, മനുഷ്യൻ ഏറ്റവും കൂടുതൽ അവന്റെ പ്രയാസങ്ങൾ ഇറക്കി വെക്കുന്നത് തന്റെ നാഥന്റെ മുമ്പിലാണ്. ആ നാഥനെ വിളിക്കുമ്പോൾ അത് മുഖേന അവന്റെ ഇസ്മുകൾ മുഖേനയാണല്ലോ പ്രാർത്ഥിക്കപ്പെടാറുള്ളത്. ആ നിലക്കാണ് അൽ ഹുസ്ന എന്ന പേര് വന്നത് എന്നിങ്ങനെ പണ്ഡിതന്മാരെ വിശദീകരിച്ച് കാണാം. അപ്പൊ അള്ളാഹു അതിലൂടെ എന്താ ആവശ്യപ്പെട്ടത്? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് ഉത്കൃഷ്ടങ്ങളായ പേരുകളുണ്ട്. അതുകൊണ്ട് മുസ്ലിമീങ്ങളോട് അല്ലാഹു പറയുന്നു ഫദ്ഉഹു ബിഹാ, അവ മുഖേന നിങ്ങൾ അവനെ വിളിച്ചോളൂ. ആ നാമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ആ നാമങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവനോട് ദുആ ചെയ്തോളൂ. എന്നിട്ട് അല്ലാഹു മറ്റൊരു നിർദ്ദേശം വെക്കുന്നു, വദറുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി സയുജ്സൗന മാ കാനൂ യഅമലൂൻ. വദറു, നിങ്ങൾ ഉപേക്ഷിക്കുവീൻ, നിങ്ങൾ ഒഴിവാക്കുവീൻ, അല്ലദീന ഒരു കൂട്ടരെ. എന്താണ് അവരുടെ സ്വഭാവം? യുൽഹിദൂന ഫീ അസ്മാഇഹി, അള്ളാഹുവിന്റെ പേരുകളിൽ വക്രതയുണ്ടാക്കുന്നു അവർ. അള്ളാഹുവിന്റെ പേരുകളിൽ കുതന്ത്രം പ്രയോഗിക്കുന്ന, പടച്ചതമ്പുരാന്റെ നാമങ്ങളിൽ വക്രതയും വളവുമുണ്ടാക്കി തീർക്കുന്ന കക്ഷികളെ, ആളുകളെ നിങ്ങൾ ഉപേക്ഷിക്കണം. സയുജ്സൗന മാ കാനൂ യഅമലൂന, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ അനന്തര പ്രതിഫലം അവർക്ക് നൽകപ്പെടുക തന്നെ ചെയ്യും എന്നൊരു മുന്നറിയിപ്പും അള്ളാഹു നൽകുന്നു. ഇവിടെ എന്താണ്? ഇവിടെ യുൽഹിദൂന എന്ന് പറഞ്ഞല്ലോ. അള്ളാഹുവിന്റെ നാമങ്ങളിൽ വക്രതയുണ്ടാക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിയണം, അവരെ ഉപേക്ഷിക്കണം എന്നുള്ള പറഞ്ഞല്ലോ. എന്താണ് അള്ളാഹുവിന്റെ നാമങ്ങളിൽ വക്രതയുണ്ടാക്കൽ? എങ്ങനെയാണ് പടച്ചതമ്പുരാന്റെ പേരുകളിൽ വക്രതയുണ്ടാക്കി തീർക്കൽ? വക്രതയുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥം വിട്ടുകൊണ്ട് അതിനെ തെറ്റിക്കലാണ്. അത് വിവിധ നിലക്കാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഒന്ന്, അല്ലാഹുവല്ലാത്ത ആരെയൊക്കെ ജനങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നുവോ അവർക്കൊക്കെ പടച്ചോന്റെ ഈ പേര് വെക്കുക. അള്ളാഹുവിനെ പോലെ കാണുന്നവനാണ് സമീർ, അലീം, ബസീർ എന്നൊക്കെ പലർക്കും പേര് വെക്കുന്നവരുണ്ട്.
റഹ്മാൻ എന്ന് മറ്റുള്ളവരെ പേര് വിളിക്കുന്നവരുണ്ട്, പാടില്ലാത്തതാണ്. പടച്ചവന്റെ വിശിഷ്ടനാമത്തോടൊപ്പം ആ നിലക്കുള്ള പ്രത്യേകമായ പേരുകൾ ഒരിക്കലും വെച്ചുകൂടാ. കൂട്ടത്തിൽ സൂചിപ്പിക്കട്ടെ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂലിന് 99 നാമങ്ങളുണ്ട് എന്ന് എഴുതിവിട്ട ആളുകളുണ്ട്. തീർന്നില്ല, അവിടം കൊണ്ടും അവസാനിച്ചില്ല. മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അള്ളാഹ് ചെയ്യുന്നതൊക്കെ ചെയ്യുമെന്ന് മാലയിലൂടെ പാടിപ്പുകഴ്ത്തപ്പെട്ട വ്യക്തിയാണ്. അള്ളാഹുവിന്റെ അറിവുകൾ, അക്ഷരങ്ങൾ വരെ എനിക്കറിയാം. ഈ ലോകത്തെത്ര മണൽത്തരിയുണ്ട് എന്ന് എനിക്കറിയാം. സമുദ്രത്തിലെ തിരമാലകൾ എനിക്കറിയാം. ഇവിടെയുള്ള സസ്യലതാദികൾ എനിക്കറിയാം. എല്ലാം എനിക്കറിയാം. എവിടെയും ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുരീദുമാർ മുഹീദ്ദീൻ ശൈഖിനെ പുകഴ്ത്തി വഷളാക്കിയിട്ടുണ്ട്. ആ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ പറ്റി മുരീദുമാർ എഴുതിവിട്ടത് അത്യത്ഭുതകരമായിരിക്കുന്നു. എന്താ പറഞ്ഞതറിയോ? ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിക്ക് 99 വിശിഷ്ട നാമങ്ങളുണ്ട് എന്നാണ്. മുഹീദ്ദീൻ ശൈഖിന് 99 അസ്മാഉൽ ഹുസ്നയുണ്ട്. അതാരെങ്കിലും എഴുതിക്കെട്ടിയാൽ പൈശാചികമായ ബാധകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് എഴുതിവിട്ടിരിക്കുകയാണ് അവരുടെ പുസ്തകങ്ങളിൽ. ശിർക്കൻ പ്രയോഗമാണത്. ശൈഖ് ജീലാനി അത്തരത്തിലുള്ള പേരുകളുണ്ട് എന്നതിന് എന്താണ് തെളിവ്? സമൂഹം നൽകിയ ചില പേരുകൾ മാത്രമല്ല എന്നിട്ട് എഴുതിക്കെട്ടാനും. ഒന്നും എഴുതിക്കെട്ടാൻ ഇസ്ലാം അനുവദിക്കപ്പെട്ട സംഗതിയല്ല. അള്ളാഹുവിന്റെ നാമങ്ങളായിരുന്നാൽ പോലും അത് എഴുതിക്കെട്ടുന്നത് പോലും പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമുള്ള സംഗതിയാണ്. അതും ഒഴിവാക്കേണ്ടതാണ് എന്നതാണ് അതിൽ ഏറ്റവും കൂടുതൽ പ്രസക്തമായ അഭിപ്രായമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. എന്നിട്ടല്ലേ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ എഴുതിക്കെട്ടൽ. അപ്പോ പടച്ചതമ്പുരാന് മാത്രമല്ല ഈ വിശേഷണങ്ങൾ മറ്റാർക്കെങ്കിലും സമർപ്പിക്കൽ അത് അള്ളാഹുവിന്റെ നാമങ്ങളെ വക്രീകരിക്കലാണ്. അതുപോലെ തന്നെ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ലാത്ത എന്ന പേരിട്ടത് പലപ്പോഴും, അതുപോലെ തന്നെ ഉസ്സ, മനാത്ത എന്നൊക്കെയുള്ള പേരുകൾ സ്വീകരിച്ചതിന്റെ പിന്നിൽ അൽ ഉസ്സ എന്നത് അസീസ് എന്ന അള്ളാഹുവിന്റെ നാമത്തോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ടിട്ടതാണ് എന്നും, മനാത്ത എന്ന പ്രയോഗം മന്നാൻ, അള്ളാഹുവിന്റെ പേരാണ് മന്നാൻ, അതിനോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ടിട്ടതാണെന്നുമൊക്കെ അഭിപ്രായപ്പെടുന്നവരുണ്ട്. എന്തായിരുന്നാലും അതെല്ലാം അള്ളാഹുവിന്റെ നാമങ്ങളെ വക്രീകരിക്കലാണ്. മറ്റൊന്ന്, അള്ളാഹുവിനെ ന്യൂനതകൾ കൊണ്ട് വിശേഷിപ്പിക്കലാണ് അള്ളാഹുടെ നാമങ്ങളെ വക്രീകരിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം. അള്ളാഹുവിനെ ഏതെങ്കിലും ന്യൂനത കൊണ്ട് വിശേഷിപ്പിക്കുക. ഉദാഹരണമായി ജൂതന്മാര് പറഞ്ഞു ഇന്നല്ലാഹ ഫഖീറുൻ. ജൂതന്മാര് പറഞ്ഞു ഇന്നല്ലാഹ ഫഖീറുൻ, അല്ല ഫഖീറാണ്. അല്ല ഫഖീറാണ്. വനഹ്നു അഗ്നിയ, ഞങ്ങളൊക്കെ സമ്പന്നന്മാരാ. അതുകൊണ്ടല്ലേ അള്ളാഹ് മുഹമ്മദിന്റെ ഖുർആനിൽ ഇങ്ങനെ പറയുന്ന മന്ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന, ആരുണ്ട് അള്ളാഹ്ക്ക് നല്ല കടം കൊടുക്കാൻ തയ്യാറുള്ളവര്? അപ്പൊ പടച്ചോന്റെ അടുത്ത് മുതലില്ലാതെ ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിട്ടല്ലേ കടം ചോദിക്കുന്നത്? ഇന്നല്ലാഹ ഫഖീറുൻ, അല്ല ഫഖീറാണ് എന്ന് പറഞ്ഞു. അത് അള്ളാഹിന്റെ നാമങ്ങളെ ഏറ്റവും വലിയ കുഫറിലേക്ക് കൊണ്ടുചെന്നെത്തിക്കലാണ്. അതുപോലെ തന്നെ അള്ളാഹു 6 ഘട്ടങ്ങളിലായി ആകാശഭൂമികളെയൊക്കെ സൃഷ്ടിച്ച് 7-ാം നാൾ പടച്ചോ റെസ്റ്റ് എടുത്തു എന്ന് പറയുന്നുണ്ട്. അത് അള്ളാഹുവിന് ഇല്ലാത്ത, അവന്റെ മഹിത്വത്തിന് യോജിക്കാത്ത അവനെ സംബന്ധിച്ച് പറയലാണ്. അതുപോലെ യദുല്ലാഹി മഗ്ലൂല, അള്ളാഹുടെ കൈയൊക്കെ കെട്ടിപ്പൂട്ടപ്പെട്ടതാണ്, ബന്ധിതമാണ് എന്ന് പറഞ്ഞു ജൂതന്മാർ. ഇതേപോലെയുള്ള വിശേഷണങ്ങളും നാമങ്ങളും അള്ളാഹുവിന് നൽകൽ അവന്റെ നാമങ്ങളെ വക്രീകരിക്കലാണ്. അവയിൽ വളവും തിരിവുമുണ്ടാക്കിക്കൊണ്ടവയെ ഏറ്റവും മോശമായി ചിത്രീകരിക്കലാണ്. ഇനി വേറൊരു നിലക്കുള്ള വ്യാഖ്യാനം, അള്ളാഹുവിന്റെ നാമങ്ങളിൽ വക്രതയുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ പേരൊക്കെ പേരാണൊക്കെ വിശ്വസിക്കുക, പക്ഷെ അവ ഉൾക്കൊള്ളുന്ന ആശയങ്ങളെ തള്ളിക്കളയാൻ. പടച്ചോന്റെ പേരൊക്കെ ഞാൻ അംഗീകരിക്കും, സമീർ, അലീം, ഖദീർ, ബസീർ എന്നൊക്കെ ഞാൻ പറയും, പക്ഷെ അതിന്റെ ആശയങ്ങൾ ഞാൻ അംഗീകരിക്കൂല. എല്ലാം കേൾക്കുന്നവൻ, എല്ലാം കാണുന്നവൻ, എല്ലാം അറിയുന്നവൻ, എല്ലാത്തിനും കഴിവുള്ളവൻ, ഈ നിലക്കുള്ള വിശേഷണങ്ങളെ എന്ത് ചെയ്യണം? അതൊക്കെ അലങ്കാര പ്രയോഗമാണെന്ന് പറഞ്ഞിട്ടല്ല, അതൊക്കെ ചില ആലങ്കാരികമായ പ്രയോഗങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതൊക്കെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലായി പോകും, അലങ്കാരങ്ങളാണ്, ആലങ്കാരിക പ്രയോഗങ്ങളാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ സൃഷ്ടികളുമായി സാദൃശ്യപ്പെടുത്തലായി പോകും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഇസ്മുകളെ നിഷേധിക്കുന്ന കക്ഷികളുണ്ട്. ഇതൊന്നും പാടില്ലാത്ത സംഗതിയാണ്. അതുകൊണ്ട് പടച്ചതമ്പുരാനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കൈകാര്യം ചെയ്തുവോ അവയെല്ലാം കൃത്യമായി തന്നെ അംഗീകരിക്കലാണ് യഥാർത്ഥ വിശ്വാസികൾ ചെയ്യേണ്ടുന്ന ഏക മാർഗം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഇതേപോലെ അവന്റെ വിശേഷണങ്ങൾ ഏതെങ്കിലും സൃഷ്ടികളുടേതിന് തുല്യമാണെന്ന് പറയലും, അള്ളാഹുവിന് യോജിക്കാത്ത പേര് വിളിക്കലും, പടച്ചവന് അബാണ്, അബ്, അള്ളാഹു പിതാവാണ് എന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ അവന്
ജിസ്മുണ്ട്, അവന് തടിയുണ്ട്, അവന് മനുഷ്യരെ പോലെയുള്ള അവയവങ്ങളുടെ ഉടമയാണ്. ആ നിലക്ക് അവനെ സാദൃശ്യപ്പെടുത്തിയവരും സമൂഹത്തിലുണ്ട്. ഇതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മുകളിൽ വക്രീകരണമുണ്ടാക്കലാണ്. അതുകൊണ്ട് അല്ലാഹു പറയുന്നു വസറുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി, പടച്ചവന്റെ പേരുകളിൽ വക്രീകരണമുണ്ടാക്കുന്ന, വളവും തിരിവും ആഗ്രഹിക്കുന്ന കക്ഷികളെ നിങ്ങൾ ഒഴിവാക്കുക, നേരായ മാർഗത്തിൽ നിങ്ങൾ ചരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇനി സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, അള്ളാഹുവിന്റെ നാമങ്ങളൊക്കെ പടച്ചതമ്പുരാന്റെ ഏത് പേരുകളെയും ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള പേരുകളെ അള്ളാഹുവിന് നാം വിളിക്കാവൂ. വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ കാണപ്പെടാത്ത ഒരു നാമം, അതിന്റെ അർത്ഥവും ആശയവും ഒക്കെ ശരിയാണെങ്കിലും നാം സ്വന്തമായി ഉണ്ടാക്കി വിളിച്ചുകൂടാ. ഇപ്പൊ ഖുർആനിൽ കാണാം അല്ലാഹു യസ്തഹ്സിഉ എന്ന് കാണാം. അല്ലാഹു യസ്തഹ്സിഉ, പടച്ചവൻ അവരെ പരിഹസിക്കുന്നു. അപ്പൊ അതിന് നമ്മളൊരു പേരുണ്ടാക്കുക, മുസ്തഹ്സി, പരിഹസിക്കുന്നവൻ, അല്ലാഹുടെ പേര് പരിഹസിക്കുന്നവൻ എന്നൊരു പേര് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? പാടില്ല. അള്ളാഹുവിനെ അവന്റെ വിശുദ്ധ ഖുർആനിൽ എന്താണോ വന്നിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഹദീസിൽ എന്താണോ വന്നിട്ടുള്ളതെങ്കിൽ ആ പേര് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. കാരണം വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്, ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് അവതീർണമായതിനെ മാത്രം നിങ്ങൾ പിൻപറ്റുവീൻ. വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ, അവന് പുറമേ നിങ്ങൾ രക്ഷാധികാരികളെ സ്വീകരിക്കരുത്. അഥവാ നാം പിൻപറ്റാൻ ബാധ്യസ്ഥരായത് അള്ളാഹുവിനെയാണ്, അവന്റെ റസൂലിനെയാണ്. അപ്പൊ പ്രമാണബദ്ധമായ പേരുകൾ വഹീന്റെ അടിസ്ഥാനത്തിൽ ഈ ലോകത്തിന് അറിയിച്ചു കൊടുക്കപ്പെട്ട നാമങ്ങൾ മാത്രമേ നാം അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ പാടുള്ളൂ. സമാനാർത്ഥങ്ങളുള്ള പേരുകൾ നിർമ്മിക്കാൻ പാടില്ല. അതാ പറയുന്നത്. അപ്പൊ പടച്ചോനെ പറ്റി അർത്ഥത്തിലൊന്നും തകരാറില്ല, പക്ഷെ ഒരു പേര് നമ്മളാണ് ഉണ്ടാക്കാൻ പാടില്ല. ഖുർആനിലോ ഹദീസിലോ ഉള്ള ഒരു പേരല്ലാതെ അർത്ഥത്തിന് തകരാറില്ലല്ലോ, സംഗതി ഉള്ളത് തന്നെയല്ലേ എന്ന് വിചാരിച്ച് നാം സ്വയം ഒരു പേര് ആവിഷ്കരിച്ചുണ്ടാക്കാൻ പാടില്ല. ഇതതിലെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പൊ കവിയ്, അള്ളാഹു കവിയാണ്. കവിയ് എന്നുള്ളത് പടച്ചതമ്പുരാന്റെ ഒരു പേരാണ്. കവിയ്, ശക്തൻ. അതേ അർത്ഥത്തിൽ ഭാഷയിൽ പ്രയോഗിക്കും ജൽദുൻ, നല്ല മല്ലൻ. അള്ളാഹിനെ പറ്റി അത് പ്രയോഗിക്കാൻ പറ്റുമോ? അതേ ആശയം തന്നെയല്ലേ ഉള്ളത്. അതുപോലെ അള്ളാഹു ഖാദിറാണ്, അവൻ കഴിവുള്ളവനാണ്. അതിന് സമാനമായ ഭാഷയിലെ ഒരു പ്രയോഗമാണ് മുസ്തതീഉൻ. ഇസ്തതാഅ, കഴിഞ്ഞു, മുസ്തതീഉൻ, കഴിവുള്ളവൻ. അപ്പൊ ഖാദിർ എന്ന് പറയുമ്പോൾ അള്ളാഹുടെ പേര് മുസ്തതീ, അബ്ദുൽ മുസ്തതീ എന്ന് പേരിടാ. അങ്ങനെ മുസ്തതീ എന്നൊരു പേര് നമുക്കുണ്ടാക്കാമോ? ആശയത്തിൽ തെറ്റില്ലെങ്കിലും പാടില്ല. അള്ളാഹു അലീം, അറിവുള്ളവനാണ്. അതേ അർത്ഥമാണ് ആരിഫ്. ആരിഫ് എന്ന് പറഞ്ഞാലും അറഫ എന്ന് പറഞ്ഞാലും അലിമ എന്ന് പറഞ്ഞാലും അറിഞ്ഞു എന്നാണ്. അപ്പൊ അള്ളാഹുടെ പേരാണ് ആലിം അല്ലെങ്കിൽ അലീം. അതിനോട് യോജിക്കുന്ന ഒരു നമ്മൾ ഉണ്ടാക്കുക ആരിഫ്. അപ്പൊ അബ്ദുൽ ആരിഫ്, ആരിഫ് എന്ന് പേരിടുക പാടുണ്ടോ? ഇല്ല. കാരണം അള്ളാഹു അവന്റെ ഖുർആനിലോ ഹദീസിലോ ആരിഫ് എന്ന് അവനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഇസ്മുകൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ അല്ലെങ്കിൽ ഹദീസിലൂടെ, ഇത് രണ്ടുമാണല്ലോ വഹീ. ആ വഹീയിലൂടെ ലഭിക്കപ്പെട്ട ഇസ്മുകളെ അള്ളാഹുവിന്റെ ഇസ്മുകളായി പറയാനോ എഴുതാനോ വിളിക്കാനോ ഉച്ചരിക്കാനോ പാടുള്ളൂ എന്നത് പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇനി അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഏത് നാമങ്ങൾക്കും അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്. പടച്ചോന്റെ പേരിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് തിരിയൂല എന്ന് പറയാൻ പാടില്ല. അർത്ഥം തിരിയാത്ത പേരുകൾ പടച്ചതമ്പുരാനില്ല. അവന്റെ നാമങ്ങൾക്ക് അർത്ഥങ്ങളുണ്ട്, അവയൊക്കെ ഭാഷയിൽ അതിന് അർത്ഥമുണ്ട്. പക്ഷേ അതോടൊപ്പം ആ ഭാഷാർത്ഥ പ്രകാരം അതിന് നമ്മൾ രൂപം നിശ്ചയിക്കുകയോ സൃഷ്ടികളുടേതിനെ സാദൃശ്യപ്പെടുത്തുകയോ ചെയ്യുന്നത് ഒരിക്കലും പാടില്ലാത്തതാണ്. ഇതാണ് ഈ വിഷയത്തിൽ ആമുഖമായി സുഹൃത്തുക്കളെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി ഒരു ഹദീസിനെ സംബന്ധിച്ചാണ് അല്പകാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഹദീസിന്റെ മഹത്വം അല്ലെങ്കിൽ ഈ ഇസ്മുകളുടെ മഹത്വം അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിക്കുന്നു. ലില്ലാഹി തിസ്അത്തുൻ വതിസ്ഊന ഇസ്മാ മിആ ഇല്ലാ വാഹിദ ലാ യഹ്ഫദുഹാ അഹദുൻ ഇല്ലാ ദഖലൽ ജന്ന. മറ്റു ചില റിപ്പോർട്ടുകളിൽ നമുക്ക് വേറെ ചില രൂപത്തിലും കാണാൻ സാധിക്കും. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ലില്ലാഹി തിസ്അത്തുൻ വതിസ്ഊന ഇസ്മാ, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്. മിആ ഇല്ലാ വാഹിദ, 100 ഒന്നൊഴികെ എന്ന് പറഞ്ഞാൽ 99 നാമങ്ങൾ.
മൻ ഹഫിളഹാ ദഖലൽ ജന്ന, ആരെങ്കിലും അത് ഹിഫ്ളാക്കിയാൽ, ആരെങ്കിലും അത് സൂക്ഷിച്ചാൽ, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയാണ് വഹുവ വിത്റുൻ, അള്ളാഹു ഒറ്റയാണ്. യുഹിബ്ബുൽ വിത്ര, ഒറ്റയെ അവൻ ഇഷ്ടപ്പെടുന്നു. വേറെ റിപ്പോർട്ടിൽ മൻ അഹ്സാഹാ ദഖലൽ ജന്ന, ആരെങ്കിലും സൂക്ഷ്മമായി ഇവയെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഇവയെ ക്ലിപ്തപ്പെടുത്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണുള്ളത്. അപ്പൊ എന്താണ് ഈ ഹദീസിന്റെ ആശയം? എളുപ്പമുണ്ടല്ലോ സംഗതി എന്ന് നമുക്ക് തോന്നും. അള്ളാഹ്ക്ക് 99 നാമങ്ങളുണ്ട്, ഇതാൻ ബൈഹാട്ടാക്കിയാ പിന്നെ സ്വർഗത്തിൽ പോകുന്നുണ്ടെങ്കിൽ നല്ല പരിപാടിയാണല്ലോ, ബൈഹാട്ടാക്കാൻ കഴിവുണ്ടായാൽ മതിയല്ലോ. 99 പേരാണ് പഠിച്ചാൽ സ്വർഗാണ് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ സംഗതി എളുപ്പമാണല്ലോ എന്ന് വിചാരിക്കണ്ട. ഹദീസിനെ സംബന്ധിച്ച് പല കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, ആദ്യ ഹദീസിൽ പറഞ്ഞത് എന്താണ്? അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. ഇതിൽ നിന്ന് എന്താണ് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ടത്? അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഈ 99 മാത്രമേ ഉള്ളൂ എന്നാണോ? അല്ല. പടച്ചതമ്പുരാന് 99 നാമങ്ങളുണ്ട് എന്ന് ഈ ഹദീസിൽ പറഞ്ഞതിന്റെ ഉദ്ദേശം അള്ളാഹ്ക്ക് ആകെ 99 പേരുകളെ ഉള്ളൂ എന്നാണോ? പണ്ഡിത ലോകം ചർച്ച ചെയ്തു. അല്ല എന്നാണ് ഉത്തരം. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പിന്നെന്താ ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം? ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം 99 ആരെങ്കിലും ഗ്രഹിച്ചാൽ അവൻ സ്വർഗത്തിൽ പോയി എന്നേ അർത്ഥമുള്ളൂ. അതല്ലാതെ 99 ഉള്ളൂ എന്നല്ല. എന്നിട്ട് അതിന് പണ്ഡിതന്മാര് ഉദാഹരിക്കുന്നു. ഏതുപോലെ? ഇന്നമാഹു ബി മൻസിലത്തി ഖൗലിക, ഇതിപ്പോ നീ ഇങ്ങനെ സാധാരണ വർത്തമാനം പറയുമ്പോൾ പറയാറില്ലേ, ഇന്നലി സൈദിൻ അൽഫ ദിർഹം അഅദ്ദഹാ ലിസ്സദഖ, സൈദിന്റെ കയ്യിൽ 1000 ദിർഹമുണ്ട് സ്വതക്കക്ക് തയ്യാറാക്കി വെച്ചത്. സൈദിന്റെ കയ്യിൽ സ്വതക്ക കൊടുക്കാൻ വേണ്ടി കണക്കാക്കി വെച്ച 1000 ദിർഹമുണ്ട് എന്ന് പറയുന്നത് പോലെ വഹാദാ ലാ യദുല്ലു, ഇത് അറിയിക്കുന്നില്ലല്ലോ, അലാ അന്നഹു ലൈസ ഇൻദഹു മിനദ് ദറാഹിമി അക്സറ മിൻ അൽഫി ദിർഹം, സൈദിന്റെ കയ്യിൽ 1000 ദിർഹമിനേക്കാൾ കൂടുതൽ വേറെ ഒരു ദിർഹമും ഇല്ല എന്ന് ഇതിന് അർത്ഥമില്ലല്ലോ. പിന്നെ എന്തേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വൈന്നമാ ദലാലത്തുഹു അന്നല്ലദീ അഅദ്ദഹു സൈദും മിനദ് ദറാഹിമി ലിസ്സദഖ അൽഫ് ദിർഹം, സദക്ക കൊടുക്കാൻ വേണ്ടി കണക്കാക്കി വെച്ചത് സയ്യിദിന്റെ അടുക്കൽ എത്രനാണ്? 1000 ദിർഹമേ ഉള്ളൂ എന്നാണ്. ഇതേപോലെ പടച്ചവന് 99 നാമങ്ങളുണ്ട് എന്ന് ഈ ഹദീസിൽ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം അവന് 100ാമത്തെ ഒരു നാമല്ല എന്നല്ല. ഇത് കൃത്യമായി ഒരാൾ ഗ്രഹിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകും എന്ന് പറയുന്ന 99 നാമങ്ങൾ തന്നെ അള്ളാഹുവിനുണ്ട്. വേറെയും നാമങ്ങളുണ്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് പണ്ഡിതന്മാര് വിശദീകരിക്കുന്നു. എന്താണ് അവരതിന് തെളിവ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ദുആയിൽ കാണാം, നബി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാളിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖദാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക അവ ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക. അതാണ് പ്രധാനപ്പെട്ട അതിലെ വിഷയം. എന്താ റസൂൽ പ്രാർത്ഥിക്കുന്നത്? പടച്ചവനെ, ഞാൻ വിശദീകരിച്ചു പോയൊരു ഹദീസാണ് മുമ്പ് പ്രാർത്ഥനകളുടെ വിഷയത്തിൽ. പടച്ചവനെ, ഞാൻ നിന്റെ അടിമയാണ്, അടിമയുടെ മകനാണ്, എന്റെ എല്ലാ കാര്യങ്ങളും നീയാണ് നിയന്ത്രിക്കുന്നത്. എന്നിട്ട് അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബികുല്ലി ഇസ്മിൻ ഹുവ ലക, നിനക്കുള്ള എല്ലാ പേരുകൾ മുഖേനയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. എങ്ങനത്തെ പേരുകൾ? ആ പേരുകൾ മുഖേന നീ നിനക്ക് പേര് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിന്റെ കിതാബിൽ നീ ആ പേര് ഇറക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും നീ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഔ അതുമല്ലെങ്കിൽ ഇസ്തഅ്സർത ബിഹി, നീ അതിനെ തെരഞ്ഞെടുത്ത് പ്രത്യേകമാക്കി വെച്ചിട്ടുണ്ട്, ഫീ ഇൽമിൽ ഗൈബി ഇൻദക, നിന്റെ അടുക്കലുള്ള അദൃശ്യ ജ്ഞാനത്തിൽ. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കലുള്ള അദൃശ്യ ജ്ഞാനത്തിൽ അവൻ പ്രത്യേകം തയ്യാറാക്കി വെച്ചിട്ടുള്ള പേരുകളുമുണ്ട്. അപ്പൊ വിശുദ്ധ ഖുർആനിലും ഹദീസിലും നിന്നും പണ്ഡിതന്മാര് നിർദ്ധാരണം ചെയ്തെടുത്ത പേരുകളാണ് ഹദീസുകളിൽ കാണുന്ന 99 നാമങ്ങൾ. തിർമിദിയും ഇബ്നു മാജയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പടച്ചോന്റെ 99 പേരുകൾ പറഞ്ഞു കാണാം. ആ 99 പേരുകൾ നബി പറഞ്ഞതല്ല, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അള്ളാഹുവിൻ്റെതായി കിട്ടിയ പേരുകളെ പണ്ഡിത ലോകം ക്രോഡീകരിച്ചതാകുന്നു
എന്നതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാരിൽ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. എന്നാൽ ഒരു ന്യൂനപക്ഷം പണ്ഡിതന്മാർ അത് നബിയിൽ നിന്ന് തന്നെ വന്ന പേരുകളാണ് എന്നഭിപ്രായപ്പെട്ടവരുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും പറയുന്നത് അത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും പണ്ഡിതന്മാർ തെരഞ്ഞെടുത്ത് ക്രോഡീകരിച്ച പേരുകളാകുന്നു 99 എണ്ണം. അതല്ലാത്ത പേരുകളും അന്വേഷണ ബുദ്ധിക്ക് ഇനിയും അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് വേറെയും പേരുകൾ ഉണ്ട് എന്നാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ്? അള്ളാഹ്ക്ക് 99 പേരുകളെ ഉള്ളൂ എന്ന് മനസ്സിലാക്കരുത്. ഒരു ഹദീസിൽ 99ന്റെ മഹാത്മ്യം പറഞ്ഞതാണ്. അതൊരാൾ മനസ്സിലാക്കിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇനി രണ്ടാമത് മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ് അപ്പറഞ്ഞതിന്റെ ഉദ്ദേശം? മൻ അഹ്സാഹ എന്ന് പറഞ്ഞല്ലോ. ആ പേരുകൾ ആരെങ്കിലും കാത്തു സൂക്ഷിച്ചാൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? അതിന്റെ ഉദ്ദേശം അത് ബൈഹാർട്ടാക്കൽ മാത്രല്ല. കാരണം പണ്ഡിതന്മാർ പറയാണ് ലൈസൽ മുറാദു ബിൽ ഇഹ്സാഇ അദ്ദുഹാ ഫഖത്ത്. അതിങ്ങനെ എണ്ണി മനപ്പാടാക്കൽ മാത്രല്ല അതിന്റെ ഉദ്ദേശം. കാരണം അന്നഹു ഖദ് യഉദ്ദുഹൽ ഫാജിറു, ഏത് തമ്മാടിക്ക് പോലെ എണ്ണി കണക്കാക്കിയിട്ട് ഇങ്ങനെ ബൈഹാട്ടാക്കാലോ എന്നാണ്. അതല്ല അതുകൊണ്ട് ഉദ്ദേശം. വഇന്നമൽ മുറാദു അൽ ഇൽമു ബിഹാ, അതിനെ സംബന്ധിച്ചുള്ള കണിശമായ അറിവ് നേടലാണ് അതുകൊണ്ട് ഉദ്ദേശം. അള്ളാഹിന്റെ ഓരോ ഇസ്മുകളും ഞാൻ നേരത്തെ പറഞ്ഞു പടച്ചവന്റെ ഏകത്വത്തെ ധ്വനിപ്പിക്കുന്ന നാമങ്ങളാണ്. അവന് മാത്രമുള്ള ഗുണങ്ങളെ പ്രതിപാദിക്കുന്ന നിയമങ്ങളാണ്. അവന്റെ മഹിത മഹാത്മ്യങ്ങളെ മനുഷ്യരുടെ മുമ്പിൽ വിളിച്ചറിയിക്കുന്ന പേരുകളാണ്. അതിനനുസരിച്ച് അതിന്റെ ആശയങ്ങൾ ഒരാൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഏതുപോലെ മൻ അറഫഹ, ആരെങ്കിലും അത് മനസ്സിലാക്കിയാൽ, വഅഖല മആനിഹാ, അതിന്റെ ആശയം നന്നായി ഗ്രഹിച്ചാൽ, വആമന ബിഹാ, അത് വിശ്വസിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അത് അള്ളാഹുടെ ഓരോ പേരും ഇങ്ങനെ പഠിച്ചു വെക്കലല്ല. എന്താണ് ആ പേരിന്റെ അർത്ഥം, എന്താണ് അത് ഉൾക്കൊള്ളുന്ന ആശയം, എന്നിട്ട് അതൊക്കെ വിശ്വസിക്കുക. അങ്ങനെയൊക്കെ അള്ളാഹിനെ പറ്റി അവൻ മനസ്സിലാക്കുക, അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അതല്ലാതെ അസ്മാഉൽ ഹുസ്ന ഇങ്ങനെ ചില്ലുകൂട്ടിലാക്കി ഇങ്ങനെ വെച്ച് അതിങ്ങനെ ഇടക്ക് ഇങ്ങനെ നോക്കി വൈഹാട്ടാക്കിയ സ്വർഗത്തിലേക്ക് പോകാ എന്ന് വിചാരിക്കേണ്ടതില്ല. അതിൽ ആശയങ്ങൾ അനുസരിച്ച് ജീവിച്ചവനാണ്, അത് ഉൾക്കൊണ്ടവനാണ്, അതനുസരിച്ച് പ്രവർത്തിച്ചവനാണ് ആ മഹിതമായ ഗുണം വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ്. ഇനി ആ ഹദീസിന്റെ ബാക്കി ഭാഗം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വഹുവ വിത്റുൻ, അവൻ ഏകനാണ്, അവൻ ഒറ്റയാണ്. യുഹിബ്ബുൽ വിത്ര, അവൻ ഒറ്റയെ ഇഷ്ടപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തതൊക്കെ ഇവിടെ ഇരട്ടയാണ്. വശഫ്ഇ വൽ വത്ർ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒറ്റയും ഇരട്ടയും തന്നെയാണ് സത്യം. വത്റായി ഒറ്റയായി അല്ലാഹു മാത്രമേയുള്ളൂ. അവൻ യുഹിബ്ബുൽ വിത്ര, ഒറ്റയെ അവൻ ഇഷ്ടപ്പെടുന്നു എന്നും നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ പറയുന്നത് വമിൻ കുല്ലി ശൈഇൻ ഖലഖനാ സൗജൈൻ, എല്ലാ വസ്തുക്കളിൽ നിന്നും നാം ജോഡിയായിക്കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പടച്ചവനോ അവന് ജോഡിയില്ല, അവന് ഇണയില്ല, അവൻ ഒറ്റയാണ്. അതുകൊണ്ട് അവൻ യുഹിബ്ബുൽ വിത്ര, ഒറ്റയെ അവൻ പലതിലും പ്രോത്സാഹിപ്പിക്കുകയാണ്, അവനത് ഇഷ്ടപ്പെടുന്നു. നോക്കൂ നിങ്ങൾ, വിവിധ ഇബാദത്തുകളിൽ നമുക്ക് ഒറ്റയായ എണ്ണത്തിന്റെ പ്രാധാന്യം പറഞ്ഞത് കാണാം. നമസ്കാരം 5 നേരമാണ്, 5 ഒറ്റയായ എണ്ണമാണ്. അതുപോലെ തന്നെ രാത്രി നമസ്കാരത്തിലെ ദീർഘമായ നമസ്കാരം അവസാനിപ്പിക്കേണ്ടത് ഒറ്റ റക്അത്തായിക്കൊണ്ടാണ്, ആണ് വിത്ർ. അതുപോലെ തന്നെ വുളൂഇന്റെ അവയവങ്ങൾ കഴുകുന്നത് 3 പ്രാവശ്യം എന്ന നിലക്കാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ വിവിധങ്ങളായ എണ്ണങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ മയ്യത്തിനെ കഫൻ ചെയ്യുമ്പോൾ കഫൻ പുടവയുടെ എണ്ണം 3, 5 എന്നിങ്ങനെയുള്ള ഒറ്റയായ എണ്ണത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആകാശങ്ങളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് 7 ആകാശങ്ങൾ എന്നാണ്. ഭൂമിയെ പറ്റിയും പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത് ആ നിലക്ക് തന്നെയാണ്, 7 ഭൂമി എന്നാണ്. ഇങ്ങനെ ഒറ്റയ്ക്ക് പല പ്രത്യേകതകളുമുണ്ട്. അല്ലെങ്കിൽ വിത്റുൻ, അല്ലാഹു ഒറ്റയാണ്. യുഹിബ്ബുൽ വിത്ര, ഒറ്റയെ അവൻ ഇഷ്ടപ്പെടുന്നു എന്ന ഹദീസിന് അങ്ങനെയാണ് പണ്ഡിതന്മാർ വിശദീകരണം നൽകിയത്. അപ്പൊ ഈ അടിസ്ഥാനത്തിലൊക്കെ പടച്ചതമ്പുരാൻ അവന്റെ പ്രവാചകനിലൂടെ നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഈ ആശയങ്ങളെ യഥാർത്ഥമായ രൂപത്തിൽ ഗ്രഹിക്കുമ്പോൾ പടച്ചവനെ സംബന്ധിച്ചുള്ള ഇൽമു വർദ്ധിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ 99 പേരുകളടക്കമുള്ള ഏത് പേരുകളിലൂടെയും അതിന്റെ ആശയവും അർത്ഥവും ഗ്രഹിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ കടന്നു വരും. ആ പേരുകളിലൂടെ അള്ളാഹുവിനെ വിളിക്കുമ്പോൾ അതിന്റെ ആശയം അറിഞ്ഞൊരു വ്യക്തിക്ക് ആ ആശയം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അള്ളാഹിനെ വിളിക്കുമ്പോൾ ഭക്തിയും ഭയവും
സ്നേഹവും മഹബത്തുമെല്ലാം വർദ്ധിക്കും. അതിനനുയോജ്യമായ നിലക്ക് ഈ പേരുകൾ നാം പരിചയപ്പെടണം. അതിന്റെ ആശയങ്ങളെ ചെറിയായ നിലക്ക്, ഹ്രസ്വമായ നിലക്കെങ്കിലും മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള ഒരു ശ്രമമാണ് ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അർഹമുറാഹിമീനായ തമ്പുരാൻ, പടച്ചതമ്പുരാന്റെ ഉത്കൃഷ്ടങ്ങളായ നാമങ്ങളെ മനസ്സിലാക്കുകയും അത് ശരിയായ അർത്ഥത്തിൽ ഗ്രഹിക്കുകയും അതനുസരിച്ച് നാഥനെ സമീപിക്കുകയും ചെയ്യുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على خير خلقه نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.